ചില സിനിമകൾക്ക് പെയ്ഡ് പ്രിവ്യൂ നടക്കും. പെയ്ഡ് പ്രിവ്യൂ എന്ന് പറയുമ്പോൾ റിലീസാവുന്ന ദിവസത്തിൻ്റെ തലേന്ന് രാത്രി നമുക്ക് ടിക്കറ്റ് എടുത്ത് ആ ഷോ കാണാം. അപ്പം നൗ യു സീ മീ നൗ യു ഡോണ്ട് എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് വെള്ളിയാഴ്ചയാണെങ്കിലും തലേന്ന് രാത്രി വ്യാഴാഴ്ച രാത്രി നടന്ന പെയ്ഡ് പ്രിവ്യൂ കാണാനായിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ പെയ്ഡ് പ്രിവ്യൂ വ്യാഴാഴ്ച നടന്നതുകൊണ്ട് അതിൽ ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതായത് നമ്മുടെ PVR പാസ്പോർട്ട് നമുക്ക് വ്യാഴാഴ്ചത്തെ ഈ ഷോയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുതിയ ചിത്രങ്ങൾക്ക് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബുക്കിംഗ് തുടങ്ങുന്ന ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ നൗ യു സീ മിയുടെ കാര്യത്തിൽ ഞാൻ പ്രയോഗിച്ചത്. നൗ യു സീ മീ സിനിമകൾ സെറ്റ് ചെയ്യുന്ന ഒരു ലോജിക്കൽ വേൾഡ് ഉണ്ട്. ആ ലോജിക്കൽ വേൾഡിൽ അവർ കാണിക്കുന്ന ഒരു മാജിക്കൽ ആ ഒരു സംഭവങ്ങളിൽ ഈ സിനിമ രസമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അതിൽ വരുന്ന ട്വിസ്റ്റ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രണ്ടു മൂന്നെണ്ണമൊക്കെ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടാവും ഈ നൗ യു സീ മീ സിനിമയിൽ. സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 4 ഹോഴ്സ്മെൻ ആയിരുന്നപ്പോൾ നൈസായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ഹോഴ്സ്മെൻ ആയല്ലോ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ. അപ്പോൾ അന്നേരം ഇവർ ട്വിസ്റ്റിന് വേണ്ടി എന്തും കാണിക്കുമെന്നുള്ള രീതിയിലായിരുന്നു നൗ യു സീ മീ 2 അവസാനിച്ചത്. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ട്വിസ്റ്റിൻ്റെ എണ്ണം കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതായത് ബാക്കിയുള്ള 2 പടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കാര്യമായിട്ട് ട്വിസ്റ്റൊന്നുമില്ല. മെയിനായിട്ട് ഒരു ട്വിസ്റ്റേ ഉള്ളൂ. പക്ഷേ ആ ട്വിസ്റ്റ് അത്ര പോരാ, എഫക്റ്റീവ് അല്ല. ഇതിനകത്തുള്ള ഈ 4 ഹോഴ്സ്മെൻ 5 ഹോഴ്സ്മെൻ അല്ലെങ്കിൽ ഇപ്പോൾ 8 ഹോഴ്സ്മെൻ ആയിപ്പോൾ പുതിയ പടത്തിലോട്ട് മൊത്തം ഇപ്പോൾ 8 ഹോഴ്സ്മെൻ ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ 4 ഹോഴ്സ്മെൻ എന്ന് പറയുന്നത് അവർ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അവർ ഭയങ്കര പ്ലാൻ ചെയ്ത് ഹേസ്റ്റ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ പോലും ഇവരെ യൂസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇത് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിലും സെക്കൻഡിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ആക്റ്റൊക്കെ ആക്ച്വലി രസമായിരുന്നു. അതായത് 4 ഹോഴ്സ്മെൻ അവർ ഒഫീഷ്യലി സ്പ്ലിറ്റ് ആയി എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതിനകത്ത് അറ്റ്ലസിനെ മാത്രമാണ് കാണിക്കുന്നത്. അറ്റ്ലസ് 3 പേരെ പുതിയ ജനറേഷനിലുള്ള 3 പേരെ കണ്ടെത്തുന്നു. ഇവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ അത്യാവശ്യം ഈ അറ്റ്ലസിനെ പോലെ തന്നെ ഈഗോ പിടിച്ച പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് കോമിക്കൽ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇവരേക്കാൾ കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീമാണ് പുതിയ ജനറേഷൻ എന്നുള്ളത് നിൽക്കുന്ന അതുപോലുള്ള സീക്വൻസും കാര്യങ്ങളും. പിന്നെ ഒബ്വിയസ്ലി ബാക്കിയുള്ളവരെല്ലാവരും ഓരോരുത്തരായിട്ട് വരികയാണ്. അങ്ങനെ 5 ഹോഴ്സ്മെനും വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മോർഗൻ ഫ്രീമാൻ്റെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ക്യാമിയോ എന്ന് തന്നെ പറയാം, ക്യാമിയോ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഈ സിനിമയുടെ സ്വഭാവം എങ്ങനെയാണ് നമുക്ക് നല്ലോണം അറിയാം. നൗ യു സീ മീയിൽ ഇവരെന്ത് കാണിക്കുന്നുണ്ടെങ്കിലും അത് ആര് മരിച്ചാലും മരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെയും ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ ഈ പടത്തിൽ മരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒട്ടും ഫീൽ ആവുന്നില്ല. കാരണം ഇത് മരിക്കുന്നു, ഇതിപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും പുള്ളിക്കാരൻ വരും എന്നുള്ള രീതിയിൽ ആ ഒരു ഈ സിനിമ ഒരുപാട് ട്വിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന, അതുകൊണ്ട് തന്നെയാണ് കുറേ ഫാൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊട്ടും കൺവിൻസിങ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളതൊരു വളരെ ഫണ്ണി ആയിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ഇമോഷണൽ സംഭവം ഈ പടത്തിലേക്കില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് റോസമോൺ പൈക്ക് പുള്ളിക്കാരിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ഒട്ടും സ്ട്രോങ് അല്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണെന്നുണ്ടെങ്കിലും സെക്കൻഡ് പാർട്ടിലുള്ള ഡാനിയൽ റാഡ്ക്ലിഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് സംവാട്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കുണ്ടല്ലോ ഇത് പുള്ളിക്കാരി ഒന്നുമല്ല. അതായത് ഇവരിപ്പോൾ 5 ഹോഴ്സ്മെനായി, കൂടെ 3 പുതിയ ജനറേഷനിലുള്ള 3 ആൾക്കാരുണ്ട്. ഇങ്ങനെ മൊത്തം 8 ഹോഴ്സ്മെൻ. അവരുടെ മുമ്പിൽ ഈ ഒരു വില്ലത്തി എന്ന് പറയുന്ന പുള്ളിക്കാരി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഒരു പാസീവ് അഗ്രഷൻ, ചിരിച്ചുകൊണ്ട് എന്നാൽ കഴുത്തിറക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഒട്ടും എഫക്റ്റീവായിട്ട് തന്നെ തോന്നുന്നില്ല. ആദ്യത്തെ ഫസ്റ്റ് ആക്ട് ആദ്യത്തെ 1 മണിക്കൂറൊക്കെ നല്ല രസമായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ മെയിൻ ഹേസ്റ്റിൽ നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ നൗ യു സീ മീ എന്ന് പറയുന്ന 3 സിനിമകളുടെ ഇത് ഫസ്റ്റ് പാർട്ട് നല്ല രസമായിരുന്നു. ഫേവറേറ്റ് പടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. അതിൽ നിന്ന് റിപ്പ് ഓഫ് ചെയ്തിട്ടുള്ള സീനൊക്കെ അറ്റ്ലിയുടെ പടങ്ങളിലൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ അവസാനത്തെ ട്വിസ്റ്റ് ഈ വേൾഡ് ഇങ്ങനെയാണ്, നൗ യു സീ മീ ആ സിനിമയുടെ ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ള രീതിയിലാണ്. സെക്കൻഡ് വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫാൻസിനടക്കം മതിയായി തോന്നുന്നത്. അതുകൊണ്ടാണ് കുറേ കാലമായിട്ട് ഇതിൻ്റെ ഒരു സീക്വലും കാര്യങ്ങളൊന്നും വരാഞ്ഞത്. ആൻഡ് ഐല ഫിഷർ ഈസ് ബാക്ക്. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എന്നാൽ പോലും ഇതൊരു അവിഞ്ഞ പടത്തിലേക്കായിരുന്നു പുള്ളിക്കാരി തിരിച്ചു വന്നത്. പിന്നെ ലൂല എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തം 5, അതായത് ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നുള്ള രീതിയിലായിപ്പോയി. ഒരു 5 ഹോഴ്സ്മെനൊക്കെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഈ മെയിൻ ട്വിസ്റ്റ് വന്നപ്പോഴേക്കും ഈ നിലവിലുള്ള ഹോഴ്സ്മാനൊക്കെ വെറും ആസായിപ്പോയി. അതാണ് കാരണം, അവർക്കൊരു ഇതില്ലാതെ, അതായത് ഇവർ ദേ ആർ ലെജൻഡ്സ്. മെയിൻ ഹോഴ്സ്മാൻ
അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ മെയിൻ ലീഡ് ആക്ടേഴ്സൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഇനി കുറച്ചധികം കാശ് മേടിക്കുന്നതുകൊണ്ട് ഈ ഒരു നൗ യു സീ മീ എന്നുള്ളത് ഇനി പുതിയ ആൾക്കാരെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിൻ്റെ ഫൈനൽ ആക്ട് ആണെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് ആക്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ബോറാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഓക്കെ ഇത് കൊള്ളാമല്ലോ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഓരോ കാണിക്കുന്നുണ്ട്. കാരണം മാജിക് പ്ലസ് ഹേസ്റ്റ് എന്ന് പറയുന്നത് അന്നേരം ഒരു പുതുമയായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഇതിനകത്ത് ഇവരുടെ ആ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു ഓക്കെ ഈ സിനിമ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സെക്കൻഡ് പാർട്ടിൽ അവസാനിക്കുന്നതാണെങ്കിലും തേർഡിലേക്ക് വരുമ്പോൾ ഇവർ കാണിക്കുന്ന ഒന്നും ഇപ്പോൾ പുതുമയല്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ജെസ്സി എയ്സൻബർഗ് ഇതൊക്കെ നോർമൽ, അങ്ങനെ എടുത്തു പറയത്തക്ക പെർഫോമൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ ഫസ്റ്റ് ആക്ടിൽ ആക്ച്വലി കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ അറ്റ്ലസ് എന്ന് പറയുന്ന ക്യാരക്ടറും ഈ 3 ന്യൂ ജനറേഷൻ പിള്ളേരുമായിട്ടുള്ള അവരുടെ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരാൾ വേഷം മാറി വാനിറ്റി ഫെയറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ വരുന്ന ആ ഒരു ആക്ടർ, എനിക്ക് ആക്ടറിൻ്റെ പേര് ഡൊമിനിക് സെസ്സ എന്നുള്ള ആ ഒരു ആക്ടർ, പുള്ളിയുടെ ആ ഒരു ഒരു ഇച്ചിരി ഈഗോയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. പറ്റ്ലസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് വരുന്ന കുറച്ച് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളാം. അതുകൂടാതെ ജസ്റ്റിസ് സ്മിത്ത് ആണ് ഇതിനകത്ത് ചാർലി എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഹരിയാന ഗ്രീൻവുഡാണ് ജൂണായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ആ ഒരു ഡയമണ്ട് ഹേസ്റ്റ് അതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ട്. പോലീസ് സ്റ്റേഷൻ സീക്വൻസിലാണ് ലോല ക്യാരക്ടർ റിട്ടേൺ വരുന്നത്. അപ്പോൾ അതുമൊക്കെ രസമുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് തീരെ ഡിസപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊന്നും തരുന്നില്ല. അങ്ങനെ ഒരു കണ്ടിരിക്കാവുന്ന ഓക്കെ വലിയ തരക്കേടില്ല എന്ന് തോന്നുന്ന 2-3 സീക്വൻസും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. പക്ഷേ മെയിൻ വില്ലൻ അത്ര പവർഫുൾ അല്ല, അത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ചലഞ്ചാണോ എന്നുള്ളൊരു ഫീല് ത്രൂ ഔട്ട് ഈ പടത്തിലുണ്ട്. അത് നല്ല രീതിയിൽ പടത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു പടം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഒരു എഫക്റ്റീവ് അല്ലാത്ത ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ PVR പാസ്പോർട്ട് ഉപയോഗിച്ച് വലിയ കാശൊന്നും മുടക്കിയിട്ടില്ല. 123 റുപ്പീസിന് കണ്ടതുകൊണ്ട് ഓക്കെ. ഇതൊരു ഐമാക്സ് ഫിലിമായി നമ്മൾ ഐമാക്സിൽ 1,500 കൊടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സോ ഈ ഒരു സീരീസ് ഇങ്ങനെ താഴത്തേക്കാണ് വരുന്നത്. അതാണ് പ്രശ്നം. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് ആക്ട് കണ്ടപ്പോൾ എന്താണ്ടൊക്കെ സംതിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും ഇവർ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരു ചിലപ്പോൾ ഈ മെയിൻ ഹോഴ്സ്മാനിലുള്ള ആരെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ വില്ലനാക്കും. അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ ട്വിസ്റ്റ് ഈ സീരീസിൽ നിന്ന് പ്രതീക്ഷിക്കാമല്ലോ. അതാണല്ലോ നൗ യു സീ മീ. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു അവിഞ്ഞ ഒരു സെറ്റപ്പിലാണ് പടം അവസാനിക്കുന്നത്. പിന്നെ ഇത് തീർന്നിട്ടൊന്നുമില്ല. മാർക്ക് റുഫല്ലോ പുള്ളിയുടെ ക്യാരക്ടർ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. കാരണം മാർക്ക് റുഫല്ലോയുടെ ഒരു ഗസ്റ്റ് റോൾ പോലും ഇല്ലാതെ ഈ സീരീസ് മുമ്പോട്ട് പോവില്ലല്ലോ. അതായത് ദ ഐ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കാനായിട്ട് വരുന്നുണ്ട്. സോ ഫോർ മീ ഈ 3ാമത്തെ സിനിമയോട് കൂടി എനിക്ക് ഈ നൗ യു സീ മീ എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിനോട് തന്നെ ഒരു മടുപ്പായി. കാര്യം എനിക്ക് അറിയാം ഇനി അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ കയ്യിലുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഫിലിം വരുമ്പോഴേക്കും ഈ 5 ഹോഴ്സ്മെൻ എന്നുള്ളത് പോലെ 10, 12, 15 ആവും. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഓവർ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ ഇതൊരു മോശം എക്സ്പീരിയൻസ് ആവാനാണ് സാധ്യത. സോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് നല്ല രസമായിരുന്നു. സെക്കൻഡ് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് സംഭവങ്ങളൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതി വിടായിരുന്നു. തേർഡ് ആക്കി വന്നപ്പോഴേക്കും ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു ഫ്രണ്ട് പറഞ്ഞ പോലെ ഇത് 3D ആയിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടായിരുന്നു. ഇത് 3D അല്ല, അതുമില്ല. അതുകൊണ്ട് പ്രതീക്ഷയ്ക്കുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ നൗ യു സീ മീ ഫോർ മീ ഇറ്റ്സ് എ ഡിസപ്പോയിൻമെൻറ്റ്.